കേരള ജനസംഖ്യയുടെ പകുതി പോലും. ഇത് ഭാവിയുള്ള ബിസിനസ്സാണ്. ഇന്നത്തെ ക്രൈസിസ് ഒക്കെ മാറ്റി വെച്ചാൽ ഇത് കാലഹരണപ്പെട്ടു പോയ ബിസിനസ് അല്ല, കാലാതീതമായി വർദ്ധിക്കാൻ കഴിവുള്ള ബിസിനസ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായി ഫീൽഡ് കലർന്ന് പ്രവർത്തിച്ചു. കറക്റ്റ് 6 മാസം കഴിഞ്ഞ് 2015 ജൂലൈ 29 കേരള നിയമസഭയിൽ ആദ്യമായി ഡയറക്ട് സെല്ലിംഗ് ഒരു നിയമനിർമ്മാണം നടന്നു. ഈ എലമെന്റ്സ് വെൽനസ് എന്ന ബ്രാൻഡ് വന്നു. കേരളത്തിൽ പൊതുവെ കമ്പനിയുടെ ഔട്ട്ലെറ്റ് 2016 ആയപ്പോഴേക്കും വന്നു. ഇത്രയുമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ കയറാതെ ഈ ബിസിനസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. വീട്ടിൽ കയറാന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയും, ഈ ബിസിനസ് എങ്ങനെ ഒരാൾ ഇഷ്ടപ്പെടണം, എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഒരമ്മ കുഞ്ഞിന് എന്ത് പ്രിയോറിറ്റി കൊടുക്കുമോ ആ പ്രിയോറിറ്റി കൊടുക്കണം. അമ്മയുടെ ജീവിതത്തിലെ പ്രഥമ പരിഗണന എന്തിനാണ്? ഹലോ, ഇഷ്ടംപോലെ അമ്മമാരിക്കില്ലേ? നിങ്ങൾ ചെയ്യുന്ന ജോലി ആ ഉടമസ്ഥൻ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾക്ക് 2 ദിവസം ആശുപത്രി പോകേണ്ട അവസ്ഥ ഒന്നും വിചാരിക്കാം. അവർ പറയാണ്, നിനക്ക് ലീവില്ല, ഈ ജോലി നീ വിട്ടുകളയേണ്ടി വരും എന്ന് സൂചിപ്പിച്ചാൽ നമ്മൾ പറയാൻ പോകുന്നത്, അയ്യോ എനിക്ക് ജോലി വേണം, കുഞ്ഞിനെ വേണ്ടെന്നല്ല, ജോലി പോണേ പോട്ട്, എനിക്ക് എന്താണ് പ്രിയോറിറ്റി? ഹലോ അമ്മമാരെ, എന്താ പ്രിയോറിറ്റി? കുഞ്ഞല്ലേ. അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങൾക്കും ജീവിതത്തിലെ ഫസ്റ്റ് പ്രിയോറിറ്റി മൈലേജ് സ്കെയിൽ മാത്രമല്ല. ആ ഒരു പ്രിയോറിറ്റി കൊടുത്ത് ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങി 2016 സെപ്റ്റംബർ ആയപ്പോഴേക്കും എന്റെ പേരിൽ ആദ്യത്തെ 2,16,000